എല്ലാവർക്കും നമസ്കാരം. വിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന നമ്മുടെ എക്കണോമിക്സിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂ, നമ്മൾ എക്കണോമിക്സ് പാർട്ട് 3 ആണെന്ന് ഡീൽ ചെയ്യുന്നത്. എല്ലാവരും അത് ശ്രദ്ധിക്കണം. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ട് പാർട്ട് 1 കാണണം, പാർട്ട് 2 കാണണം. പാർട്ട് 1നാണ് നമ്മൾ ബേസിക് ഒക്കെ ഡീൽ ചെയ്യുന്നത് കേട്ടോ. പാർട്ട് 2ൽ നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു, അതായത് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് 2ലാണ്. നമ്മൾ പാർട്ട് 3ൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. പാർട്ട് 3 ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട്. 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട്. ഏതൊക്കെയായിരുന്നടാ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുണ്ട്, പിന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥയുണ്ട്. നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓരോന്നിനെ പ്രത്യേകതകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച നമ്മൾ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതിന്റെ ചോദ്യം ഉൾപ്പെടെ, സമ്പദ് വ്യവസ്ഥയുടെ ചോദ്യം ഉൾപ്പെടെ ആയിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ? അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അവിടെ എന്താണ് പ്രത്യേകത, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത, മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പിക്ക്, നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്കിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകളാണ്. അതായത് പലതരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പലതരത്തിലുള്ള ചിന്തകള് അല്ലെങ്കിൽ തിയറീസുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാർട്ട് 1ൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആഡം സ്മിത്തിനെ പറ്റി. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആഡം സ്മിത്തിന്റെ പേര് നിങ്ങൾ ആദ്യം കേൾക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, ആരായിരുന്നടാ ആഡം സ്മിത്ത്? എക്കണോമിക്സിന്റെയും മോഡേൺ എക്കണോമിക്സിന്റെയും പിതാവാണ് ആഡം സ്മിത്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഈ ആഡം സ്മിത്ത്, ഞാൻ ഇതിന്റെ ആദ്യം ഇതൊന്ന് വായിക്കാം, നിങ്ങളത് നോക്കൂ. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേച്ചർ എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇത് ലെയ്സേഫിയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യത്തെ ക്ലാസ് കണ്ടവരാണെങ്കിൽ ഇതൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. ഈ ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം എക്കണോമിക്സിന്റെ പിതാവാണ്, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവാണ്. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ പൂർണ്ണ പേര് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേച്ചർ. നേഷൻ. അപ്പൊ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം, വെൽത്ത് ഓഫ് നേഷൻ എന്ന് നിങ്ങൾ പഠിച്ചാലും മതി. അപ്പൊ ആ പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം വലിയൊരു തിയറി മുന്നോട്ട് വെച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു തിയറി എന്ന് പറഞ്ഞാൽ, അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കണം. എവിടെ? സാമ്പത്തിക രംഗത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കണമെന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത് അല്ലേ? അപ്പൊ ആഡം സ്മിത്ത് പറഞ്ഞ പോയിന്റ് എന്താ? ആഡം സ്മിത്ത് പറഞ്ഞത് സാമ്പത്തിക ഇടപെടലിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഗവൺമെന്റ് ഇടപെടൽ എന്ത് ചെയ്യണമെന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. ഗവൺമെന്റ് ഇടപെടൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം. എന്നിട്ട് സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന്, സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. അല്ലെ? അതാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. അപ്പൊ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാനാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. അങ്ങനെ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കുമ്പോൾ, സ്വകാര്യ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ, അവർ കൂടുതൽ കമ്പനികൾ വികസിപ്പിച്ചെടുക്കുകയും
അതിലൂടെ അങ്ങനെ ഒരുപാട് കമ്പനികൾ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും തൊഴിൽ ലഭിച്ചാൽ അവിടെ പർച്ചേസിംഗ് പവർ കൂടുകയും അങ്ങനെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലയൊക്കെ വർദ്ധിപ്പിക്കും, GDP ഒക്കെ കൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറഞ്ഞ, സ്വകാര്യ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വലിയൊരു തിയറി ഉണ്ട്. ആ തിയറിയാണ് മക്കളെ ലെയ്സേഫിയർ തിയറി. നോക്കൂ, ലെയ്സേഫിയർ. എന്താണ് ലെയ്സേഫിയർ സിദ്ധാന്തമുണ്ട്. ഈ ലെയ്സേഫിയർ സിദ്ധാന്തമാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണമെന്ന് പറഞ്ഞു തരുന്ന സിദ്ധാന്തമാണ് ലെയ്സേഫിയർ സിദ്ധാന്തം. ഈ ലെയ്സേഫിയർ സിദ്ധാന്തം അദ്ദേഹം ഏത് ബുക്കിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ പുസ്തകം എന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. നിങ്ങളിപ്പോൾ അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ എന്തെങ്കിലും പഠിച്ചു വെക്കുക. അത്രയും മനസ്സിലാക്കാമെങ്കിൽ അത്രയും മനസ്സിലാക്കുക, എങ്കിൽ ഇല്ല എങ്കിൽ വെൽത്ത് ഓഫ് നേഷൻ എന്തെങ്കിലും ഓർത്തു വെക്കുക. വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം, നിങ്ങൾ ആ പുസ്തകം നമ്മുടെ ആഡം സ്മിത്തിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ ലെയ്സേഫിയർ സിദ്ധാന്തം ഒക്കെ പറഞ്ഞു വന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്ന് ഡീൽ ചെയ്തതാണ്. എങ്കിലും നമ്മൾ ഇന്ന് കുറേ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പഠിക്കും. സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരുപാട് ചിന്തകൾ, തിയറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഇതൊക്കെ ചർച്ച ചെയ്യണം, കാരണം ചോദ്യങ്ങൾ വരും. ഇത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ആദ്യത്തെ ക്ലിയർ ആണോടാ? ലെയ്സേഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നു, ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു സാർ? ആര് പറഞ്ഞു? ആഡം സ്മിത്ത് പറഞ്ഞു. റെഡിയാണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ശാസ്ത്രജ്ഞനെ പരിചയപ്പെടാൻ പോവാണ്. രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. അതായത് ജോൺ മേനാർഡ് കെയ്ൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ജോൺ മേനാർഡ് കെയ്ൻസ്. നമ്മൾ പറഞ്ഞു എന്താണ്? മാക്രോ എക്കണോമിക്സിന്റെ പിതാവാണ് ആര്? ജോൺ മേനാർഡ് കെയ്ൻസ് എന്ന് നമ്മൾ പറഞ്ഞു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് കൂടിയാണ് JM കെയ്ൻസ്. ജോൺ മേനാർഡ് കെയ്ൻസ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ആദ്യത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതെല്ലാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്ലാസ് കാണാത്തവരൊന്ന് കണ്ടാൽ നല്ലത്. ഞാൻ എല്ലാം പറയുന്നുണ്ട് ഇവിടെ ഒന്നുകൂടി എങ്കിലും. അപ്പൊ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള ജോൺ മേനാർഡ് കെയ്ൻസ് അല്ലെങ്കിൽ JM കെയ്ൻസ്, അദ്ദേഹം പറഞ്ഞത് എന്താണെടാ? അദ്ദേഹം പറഞ്ഞത്, മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് പറഞ്ഞത്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാം എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതെന്താണ് പറയുന്നത്? ജോൺ മേനാർഡ് കെയ്ൻസ്, JM കെയ്ൻസ് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടണം എന്നാണ് ആര് പറയുന്നത്? ജോൺ മേനാർഡ് കെയ്ൻസ്, JM കെയ്ൻസ് പറയുന്നത്. അതായത് എന്താ? ഗവൺമെന്റ് ഇടപെടണമെന്ന്, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടണമെന്ന്. അപ്പൊ ലെയ്സേഫിയർ സിദ്ധാന്തം എന്താ പറഞ്ഞത്? നമ്മുടെ ആഡം സ്മിത്ത് എന്താ പറഞ്ഞത്? ആഡം സ്മിത്ത് പറഞ്ഞു എന്താണ്? ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാൻ. ഇപ്പൊ എന്താ? മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ജോൺ മേനാർഡ് കെയ്ൻസ് പറഞ്ഞു എന്താണ്? ഗവൺമെന്റ് ഇടപെടൽ വേണം, സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ തീർച്ചയായും വേണമെന്ന് വാദിച്ചു. ആര്? ജോൺ മേനാർഡ് കെയ്ൻസ്. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, നോക്കൂ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇതൊക്കെ ആരുടെ പുസ്തകമാണ്? ഇതൊക്കെയല്ല, ഈ ഒരു പുസ്തകം. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം ജോൺ മേനാർഡ് കെയ്ൻസ്, JM കെയ്ൻസിന്റെ പുസ്തകമാണ് കേട്ടോ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇത് നമ്മുടെ JM കെയ്ൻസ് എഴുതിയ പുസ്തകമാണ്. JM കെയ്ൻസ് എഴുതിയ പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം. അപ്പൊ ഇവിടെ ഇതെന്താ സാർ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും.
രണ്ടുപേരും രണ്ട് അഭിപ്രായം എന്താ പറയുന്നത്? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് മാറും. അപ്പം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മുടെ ആഡം സ്മിത്ത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആഡം സ്മിത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറയ്ക്കാനാണ് ആഡം സ്മിത്ത് നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നത്. ലേസേ ഫെയർ സിദ്ധാന്തത്തിലൂടെ ആണല്ലോ. നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള JM കെയ്ൻസ് അല്ലെ, നമ്മുടെ ജോൺ മേനാർഡ് കെയ്ൻസ്, JM കെയ്ൻസ് എന്താ പറയുന്നത്? JM കെയ്ൻസ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ, JM കെയ്ൻസ്, ഇത് ആഡം സ്മിത്ത് ആണ്, ഇവിടെ JM കെയ്ൻസ് ഉണ്ട്. JM കെയ്ൻസ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം, ഗവൺമെന്റ് ഇടപെടണം, സാമ്പത്തിക മേഖലയിലെ ഗവൺമെന്റ് ഇടപെടണം. റെഡിയാണല്ലോ. അപ്പൊ ഇത് രണ്ടും രണ്ട് അഭിപ്രായമല്ലേ? ആഡം സ്മിത്തിന്റെ അഭിപ്രായം കുറയ്ക്കണമെന്നും അല്ല, കെയ്ൻസ് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ഇടപെടണമെന്നല്ലേ പറഞ്ഞത്. അതെന്താ ഇപ്പോഴാ? ഇത് രണ്ട് കാര്യങ്ങൾ പറയുന്നത് രണ്ട് സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ അതിന് രണ്ട് കേസ് ഉണ്ട്. ഒന്ന് അത് എന്താണ്, ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക രീതിയിലൂടെ ഒരു രാജ്യം മുന്നോട്ട് പോകുന്നു അല്ലെ, GDP ഒക്കെ വളരെ അല്ലെ, GDP ഒക്കെ കൂടുതലായിട്ട് അല്ലെ, വളരെ മികച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നു. രാജ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു. അപ്പം അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഓക്കെയാണ്, GDP ഒക്കെ കൂടുതലാണ്. ആ കേസിൽ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാം. മനസ്സിലായോ? GDP ഒക്കെ വളരെ കൂടുതലാണ്, നല്ല രീതിയിൽ ആ സാമ്പത്തിക മേഖല, ആ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെന്റ് ഇടപെടലൊക്കെ കുറയ്ക്കാം. ഗവൺമെന്റിന്റെ ആവശ്യമില്ല അവിടെ, ഗവൺമെന്റ് ഇടപെടലൊക്കെ കുറയ്ക്കാം. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ കൊറോണ പോലുള്ള രോഗങ്ങൾ വന്നപ്പോൾ എല്ലാ മേഖലയും സ്തംഭിച്ചു പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയും ഉണ്ടാവാമല്ലോ ഒരു രാജ്യത്തിന്. അതായത് GDP ഒക്കെ കുറയുന്ന ഒരു സാഹചര്യവും സിറ്റുവേഷൻ വരാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി മോശമായി പോകുമ്പോൾ, അല്ലെങ്കിൽ GDP കുറയുമ്പോൾ, സാമ്പത്തിക സ്ഥിതി കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇടപെടണം അല്ലേ? ഗവൺമെന്റ് നമ്മുടെ ഇടപെട്ടിരുന്നു. നമുക്ക് പല രീതിയിലുള്ള പല പദ്ധതികളിലൂടെ നമുക്ക് പണമൊക്കെ 2000 രൂപയൊക്കെ പണമൊക്കെ നമുക്ക് നൽകിയിരുന്നു ഓരോരുത്തർക്കും. പിന്നെ കിറ്റും അങ്ങനെ മറ്റ് പദ്ധതികളിലൂടെ നമുക്ക് ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് പണം നൽകി പല പദ്ധതിയിലൂടെ പണം നൽകി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിന്റെ GDP കുറഞ്ഞപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു, ഗവൺമെന്റ് അവിടെ ഇടപെട്ടു, ഗവൺമെന്റ് പണം നൽകി പദ്ധതിയിലൂടെ. അപ്പൊ അവിടെ ഗവൺമെന്റ് ഇടപെടണ്ടേ? അപ്പൊ അവിടെ ഗവൺമെന്റ് ഇടപെടണം. അപ്പൊ ഇത് രണ്ടുപേരും പറയുന്നത് രണ്ട് സിറ്റുവേഷനുകളിലാണ് കറക്റ്റ് ആവുക. ഇപ്പൊ ക്ലിയർ ആണല്ലോ? അതാണ് സംഭവം. അപ്പൊ ഗവൺമെന്റ് ഇടപെടണം, അതായത് സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്നത് JM കെയ്ൻസ് ആണ്. നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. GDP കൂടുമ്പോൾ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാം. പക്ഷെ ഒരു രാജ്യത്തിന്റെ GDP വളരെ കുറവാണ്, സാമ്പത്തിക സ്ഥിതിയൊക്കെ മോശമാണ് എങ്കിൽ അവിടെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇടപെടണം അല്ലേ? അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഫസ്റ്റ് ക്ലാസ് കണ്ടവരാണെങ്കിൽ അവർ നേരത്തെ പഠിച്ച രണ്ട് പേരുകളാണ്. ഒന്ന് ആഡം സ്മിത്ത്, നമ്മുടെ എക്കണോമിക്സിന്റെ പിതാവ്. രണ്ട് മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ജോൺ മേനാർഡ് കെയ്ൻസ്. നിങ്ങൾ JM കെയ്ൻസ് എന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് ഇടപെടൽ വേണം എന്നാണ് നമ്മുടെ പറയുന്നത്? മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് JM കെയ്ൻസ് പറയുന്നത്. സെറ്റാണോടാ? അങ്ങനെയെങ്കിൽ അടുത്ത ശാസ്ത്രജ്ഞൻ, ഇദ്ദേഹത്തെയും നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പാർട്ട് 1, എക്കണോമിക്സിന്റെ ആദ്യ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഈ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു, ആൽഫ്രഡ് മാർഷൽ അല്ലെ? ആൽഫ്രഡ് മാർഷൽ ആരാണ്? കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ് കണ്ടവർ വേഗം കമന്റ് ചെയ്യണം. ഇപ്പോൾ
തന്നെ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക ആൽഫ്രഡ് മാർഷൽ ആരാണ്. എടാ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാണ്, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അപ്പൊ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ ആൽഫ്രഡ് മാർഷൽ. അപ്പൊ ആൽഫ്രഡ് മാർഷൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? എടാ ആൽഫ്രഡ് മാർഷൽ പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്തടാ? എടാ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ? ആ പുസ്തകമാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. പ്രിൻസിപ്പിൾസ് നോക്കൂ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടത്തിയാലും ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തിയാൽ ആ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യക്ഷേമം എന്ന ലക്ഷ്യത്തിലൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ആയിരിക്കണമെന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അപ്പൊ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം. എന്ത്? എടാ മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും. അപ്പൊ അത് ഓർത്തിരിക്കണം നിങ്ങൾ. അത് എങ്ങനെ ഓർത്തിരിക്കണം? നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആൽഫ്രഡ് മാർഷൽ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവായിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ, മൈക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അപ്പം മാർഷൽ മനുഷ്യക്ഷേമം, രണ്ട് അക്ഷരങ്ങളിലൂടെ ഓർത്തിരിക്കാവല്ലോ. ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമം. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം, ക്ഷേമത്തിന് വേണ്ടി. ഓർത്തിരിക്കത്തില്ലേ? എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിനായിരിക്കണം. ഇങ്ങനെ ഓർത്താൽ മതി. ആൽഫ്രഡ് മാർഷൽ മനുഷ്യസ്നേഹം, ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമം, ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമം. അപ്പൊ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, അദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്. അദ്ദേഹം എഴുതിയ ബുക്കാണ്, ആൽഫ്രഡ് മാർഷൽ എഴുതിയൊരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഇതാരുടെ പുസ്തകമാണ്? ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ്. പ്രിൻസിപ്പിൾ ഓഫ്, ബാക്കി എഴുതാൻ സ്ഥലമില്ല, ഞാനപ്പോ ഒന്ന് ചെറുതാക്കി എഴുതാം. നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. റെഡി ആണല്ലോ? റെഡി. അപ്പൊ അത്രയും കാര്യം നിങ്ങൾ സെറ്റാക്കി. ഇനി ഈ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞൊരു തിയറി കൂടി ഞാൻ പറയാം. അതാണ് ഡിമാൻഡ് തിയറി അഥവാ ചോദന നിയമം. ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്ന ഒരു തിയറിയാണ്, ആൽഫ്രഡ് മാർഷൽ പ്രപ്പോസ് ചെയ്തൊരു തിയറിയാണ് നമ്മുടെ ഡിമാൻഡ് തിയറി അഥവാ ചോദന നിയമം. ആൽഫ്രഡ് മാർഷലിന്റെ കൂടെ ചേർത്ത് പഠിക്കണേ. എടാ ഡിമാൻഡ് തിയറി അഥവാ ചോദന നിയമം, ഡിമാൻഡിന്റെ മലയാളമാണ് ചോദനം. ഈ ചോദന നിയമം എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ വില വളരെയധികം കുറഞ്ഞു, ഒരു പ്രൊഡക്റ്റിന്റെ വില വളരെയധികം കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിരുന്നു. എടാ ഐഫോണിന്റെ വില വളരെയധികം അങ്ങ് കുറഞ്ഞു. അതായത് 2 ദിവസത്തേക്ക് 2 ഡേയ്സിന് ഐഫോൺ വളരെ തുച്ഛമായിട്ടുള്ള ഒരു 20,000 രൂപ. ഏതൊരു സാധാ സ്മാർട്ട് ഫോൺ വേണമെങ്കിലും 20,000 രൂപ കൊടുക്കണം. അപ്പൊ 20,000 രൂപയ്ക്ക് എന്ത് കിട്ടും? ഐഫോൺ കിട്ടും. 2 ദിവസത്തേക്കേ ഉള്ളൂ, 2 ഡേയ്സ് സെയിലാണ്. അപ്പൊ ആ 2 ദിവസത്തേന് ഐഫോൺ എത്ര രൂപയ്ക്ക് കിട്ടും? 20,000 രൂപയ്ക്ക് കിട്ടും. അപ്പൊ വില കുറച്ചു. എടാ വില കുറച്ചുള്ള പ്രശ്നം എന്താ? എല്ലാവരുടെ ഫോൺ കടയിലേക്ക് ഓടിയെത്തും അല്ലെ, എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഓടിയെത്തും. അവിടെ കടയിൽ ആകെ തിരക്കായിരിക്കും. ചിലപ്പോൾ ഓവർ തിരക്ക് വന്ന ആളുകൾ അതിൻ്റെ ഇടയിൽപ്പെട്ട് മരിച്ചു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ വില കുറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഓടിയെത്തും, അഥവാ അവിടെ ഡിമാൻഡ് അഥവാ ചോദനം എന്ത് ചെയ്യും? ചോദനം കൂടും. ചോദനം കൂടും.
ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വില അപ്പോൾ 2 ദിവസം സെയിലൊക്കെ ആയി കഴിഞ്ഞു, ഇനിയിപ്പോൾ വില ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടി, വില ഭയങ്കരമായി. അതായത് ഐഫോണിൻ്റെ വില 2 ലക്ഷമൊക്കെ ആയി, 2 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷമൊക്കെ ആയി ഐഫോണിൻ്റെ വില. അതുപോലെ കൂട്ടി, അല്ലെങ്കിൽ 3 ലക്ഷമൊക്കെ ആയി. അപ്പോൾ വില അത്രയ്ക്ക് കൂടി. അപ്പോൾ അത്രയ്ക്കും കൂടിയപ്പോൾ എന്താണ്, ആളുകൾ മേടിക്കില്ല. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിപ്പോൾ മേടിക്കില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ വില കൂട്ടിയപ്പോൾ, ഒരുപാട് വില കൂട്ടിയപ്പോൾ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ്, ആളുകൾ മേടിക്കോ, ഇപ്പൊ വേണ്ട എന്ന് പറയും. ചോദനം കുറഞ്ഞു. അപ്പൊ ഇതാണ് ഈ വിലയും ചോദനവും അല്ലെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിലുള്ള ഈ ഒരു കാര്യം. ഇതാണ്, മനസ്സിലായോ? അപ്പൊ അതാണ് വിലയും, നോക്കൂ, വിലയും ചോദനവും അല്ലെങ്കിൽ വിലയും ഡിമാൻഡും തമ്മിലുള്ള ഒരു ബന്ധമാണിത്. ഇതാണ് നമ്മുടെ ചോദന നിയമം എന്നറിയപ്പെടുന്നത്. ഇത് അറിയപ്പെടുന്നത് എന്താണ്? ചോദന നിയമം അഥവാ ഡിമാൻഡ് തിയറി. റെഡിയാണല്ലോ? സെറ്റല്ലേ? റെഡിയാണല്ലോ? യെസ്, ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ശാസ്ത്രജ്ഞനെ നമുക്ക് പഠിക്കാം. ഡിമാൻഡ് തിയറി അഥവാ ചോദന നിയമം സെറ്റാണല്ലോ. അപ്പം നമുക്ക് അടുത്ത ശാസ്ത്രജ്ഞനെ പഠിക്കാം. റെഡി? യെസ്. അപ്പോൾ അടുത്ത ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. ലയണൽ റോബിൻസ്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ ക്ലാസ് നമ്മൾ പുത്തനായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മുടെ ലയണൽ റോബിൻസ്. അപ്പം ലയണൽ റോബിൻസ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിൽ പഠനം നടത്തുകയായിരുന്നു ആര്? ലയണൽ റോബിൻസ്. അപ്പം അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് എന്താണ്, നമ്മളുടെ ആവശ്യങ്ങൾ ഒരിക്കലും കുറവല്ല. നമുക്ക് എന്താണ്, എപ്പോഴും നമുക്ക് ആവശ്യങ്ങൾ വളരെയധികം കൂടുതലാണ്. നമ്മൾ വലിയ വലിയ ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെങ്കിൽ ആ വലിയ വലിയ ആവശ്യങ്ങൾക്ക് എന്താ ഉള്ളത്? പരിമിതമായിട്ടുള്ള ഒരു വിഭവമാണ് നമുക്കുള്ളത്, അല്ലെ? പരിമിതമായിട്ടുള്ള ഒരു വിഭവമാണ് നമുക്കുള്ളത്. അപ്പം ഈ വർദ്ധിച്ച ആവശ്യങ്ങളും പക്ഷെ നമുക്കുള്ളത് അവൈലബിൾ ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള വിഭവമാണ്. അപ്പം അത് തമ്മിലുള്ള ഒരു ബന്ധം ആര് പഠിച്ചു? നമ്മുടെ ലയണൽ റോബിൻസ് പഠിച്ചു. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, മുൻകൂട്ടി അല്ലെങ്കിൽ അതിന് മുൻഗണന നൽകി നമ്മളത് നേരത്തെ നിശ്ചയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങൾ. എന്നിട്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ആവശ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മുൻഗണന നിശ്ചയിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ പരിമിതമായ വിഭവത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കണമെന്നാണ് ലയണൽ റോബിൻസ് പറഞ്ഞത്. ചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, പരിമിതമായ വിഭവമാണ് നമുക്കുള്ളത്. എന്താ നമുക്കുള്ളത്? പരിമിതമായ വിഭവം. ആ പരിമിതമായ വിഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ പക്ഷെ വർദ്ധിച്ച ആവശ്യമാണ്. നമുക്ക് വലിയ വലിയ ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, വർദ്ധിച്ച ആവശ്യം, അല്ലേ? അപ്പം ഈ പരിമിതമായ വിഭവത്തിൽ നിന്നുകൊണ്ട് വർദ്ധിച്ച ആവശ്യങ്ങൾ നമുക്ക് കൈവരിക്കണം. അപ്പം അത് തമ്മിലുള്ള ബന്ധം പഠിച്ചു ആര്? ലയണൽ റോബിൻസ്. ആര് പഠിച്ചു? ലയണൽ റോബിൻസ് ഒരു പഠനം നടത്തുകയാണ്. ലയണൽ റോബിൻസ്. അപ്പം ലയണൽ റോബിൻസ് അങ്ങനെ ഒരു പഠനം നടത്തി. ലയണൽ റോബിൻസ് എന്താണ്? അങ്ങനെ ഒരു പഠനം നടത്തി. അപ്പം നമ്മൾ ഇന്ന് എത്ര ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ നിലവിൽ പഠിച്ചു? നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് ശാസ്ത്രജ്ഞന്മാരെ. നമ്മൾ ആദ്യം പഠിച്ചത് ആഡം സ്മിത്ത് ആണ്. രണ്ടാമത് നമ്മൾ എന്താണ്? ജോൺ മേനാർഡ് കെയ്ൻസ്, അദ്ദേഹം പറഞ്ഞ കാര്യം ഗവൺമെന്റ് ഇടപെടൽ വേണം. 3 ആൽഫ്രഡ് മാർഷൽ. അതിൽ തന്നെയുണ്ട് മാർഷലിൽ തന്നെയുണ്ട് മനുഷ്യക്ഷേമത്വം, അല്ലെ? എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം. 4 നമ്മൾ പഠിച്ചൊരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാ? ലയണൽ റോബിൻസ്. പരിമിതമായിട്ടുള്ള വിഭവങ്ങളിൽ നിന്നുകൊണ്ട് വർദ്ധിച്ച ആവശ്യങ്ങൾ എന്ന വിഷയത്തിൽ പഠനം നടത്തുകയാണ് ലയണൽ റോബിൻസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഒരു ശാസ്ത്രജ്ഞനെ പഠിക്കാനായിട്ട് പോവാണ്. 5ാമത്തെ ശാസ്ത്രജ്ഞനെ പഠിക്കാൻ പോവാണ്, കാൾ മാർക്സ്. ആരാണ്? നമ്മുടെ 5ാമത്തെ ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. ഈ കാൾ മാർക്സ് എന്താ പറഞ്ഞത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ കാൾ മാർക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. തിയറി ഓഫ്
സർപ്ലസ് വാല്യൂ മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചു കാൾ മാർക്സ്. എന്താ ഈ മിച്ചമൂല്യ സിദ്ധാന്തം? കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകി ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുന്നു. അപ്പൊ തൊഴിലാളികളെ അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആര് സംസാരിച്ചത്? കാൾ മാർക്സ് സംസാരിച്ചത്. അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. ആർക്ക്? തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകണമെന്നാണ് ആര് പറഞ്ഞത്? കാൾ മാർക്സ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഈ കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചു എന്ന് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ പറയാം. കാൾ മാർക്സ് എന്ത് ആവിഷ്കരിച്ചു? കാൾ മാർക്സ് ആവിഷ്കരിച്ച സംഭവമാണ് മിച്ചമൂല്യ സിദ്ധാന്തം, അല്ലെങ്കിൽ നോക്കൂ, മിച്ചമൂല്യ സിദ്ധാന്തം തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ഈ മിച്ചമൂല്യ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉൽപാദനം ഉണ്ടാക്കിയാണ്. ആ ഉൽപാദനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഏറ്റവും അതിൽ അധ്വാനിക്കുന്നത് ആരാണ്? തൊഴിലാളികളാണ്, അല്ലെ? ഒരു ഉൽപാദനം തയ്യാറായി വരുമ്പോൾ അതിൽ കൂടുതൽ അധ്വാനിക്കുന്നതും തൊഴിലാളികളാണ്. പക്ഷെങ്കിൽ ആ ഉൽപാദനം ഉണ്ടാക്കുന്ന ആ തൊഴിലാളികളുടെ അധ്വാനമാണ് ആ ഉൽപ്പന്നം എന്ന് പറയുന്നത്. പക്ഷെ ആ തൊഴിലാളികൾക്ക് ആ ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പണമാണ് ആർക്ക് നൽകുന്നത്? തൊഴിലാളികൾക്ക് നൽകുന്നത്. എന്നിട്ട് കൂടുതൽ ഭാഗവും ആ ഉൽപ്പന്നത്തിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ ഭാഗവും ആര് കൈക്കലാക്കുകയാണ്? മുതലാളിമാർ കൈക്കലാക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവത്തെ പറ്റിയാണ് ആര് പഠനം നടത്തിയത്? കാൾ മാർക്സ് പഠനം നടത്തിയത്. അപ്പൊ കാൾ മാർക്സ് അന്നും എന്നും ഇപ്പോൾ ആരുടെ കൂടെയാണ്? തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ് എന്ന് ഓർത്തു വെക്കുക. മിച്ചമൂല്യ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചു എന്നും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് പോൾ എ സാമുവൽസൺ എന്ന ശാസ്ത്രജ്ഞൻ എന്താണ് നമ്മളോട് പറഞ്ഞത്? നോക്കൂ, പോൾ എ സാമുവൽസൺ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. അപ്പൊ എന്താണ് നമ്മുടെ പോൾ എ സാമുവൽസൺ മുന്നോട്ട് വെച്ച കാര്യം? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് പോൾ എ സാമുവൽസൺ പറഞ്ഞു. അതായത് സാമ്പത്തിക ആസൂത്രണം വേണം. ഒരു രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത വേണമെങ്കിൽ എന്ത് വേണം? നല്ല സാമ്പത്തിക, അല്ലെ, മികച്ച സാമ്പത്തിക ആസൂത്രണം വേണം. മികച്ച സാമ്പത്തിക ആസൂത്രണം അല്ലെ? അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത കൈവരിക്കണമെങ്കിൽ മികച്ച സാമ്പത്തിക ആസൂത്രണം വേണമെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. സംഭവം പിടികിട്ടിയോ? അത്രയുമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഏകദേശം 6 ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പഠിച്ചു. ഇതല്ല, നമുക്ക് കുറച്ച് ആളുകളെ കൂടി പഠിക്കണം, കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ കൂടി പഠിക്കണം. ഈ 6 ശാസ്ത്രജ്ഞന്മാരെ പറ്റി പഠിച്ചു. ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ആദ്യം ആഡം സ്മിത്ത് പറഞ്ഞത് എന്താണ്? ലേസേഫിയർ സിദ്ധാന്തമല്ലേ? ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണം. ബി ആരാണ്? ജോൺ മേനാർഡ് കെയ്ൻസ്, മാക്രോ എക്കണോമിക്സിന്റെ പിതാവ്, നമ്മോട് പറഞ്ഞു വന്നു എന്താണ്? ഗവൺമെന്റ് ഇടപെടൽ വേണം. ഇനിയും സി ആരാണ്? ആൽഫ്രഡ് മാർഷൽ, മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഓരോ സാമ്പത്തിക പ്രവർത്തനങ്ങളും നടത്താൻ എന്ന് പറഞ്ഞു. ഡി ആര് പറഞ്ഞു? ഡി നമ്മളുടെ ആരാ പറഞ്ഞത്? ഓർത്തെടുത്തോളൂ. നമ്മുടെ ആൽഫ്രഡ് മാർഷലിന് ശേഷം അടുത്ത എന്താണ്? കാൾ മാർക്സ് എന്താ പറഞ്ഞത്? കാൾ മാർക്സ് നമ്മളോട് പറഞ്ഞു വന്നു എന്താണ്? തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകണം. അപ്പൊ അങ്ങനെ മിച്ചമൂല്യ സിദ്ധാന്തമൊക്കെ കാൾ മാർക്സ് കൊണ്ടുവന്നു. പിന്നെ അടുത്തത് ആരാണ്? കാൾ മാർക്സിന് ശേഷം പോൾ എ സാമുവൽസൺ, അതായത് സാമ്പത്തിക ആസൂത്രണം വേണം, മികച്ച സാമ്പത്തിക ആസൂത്രണം വേണമെന്ന് പോൾ എ സാമുവൽസൺ പറഞ്ഞു. എന്തിന്? സാമ്പത്തിക ഭദ്രതയ്ക്ക്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആരാണ്? ലയണൽ റോബിൻസ്
എന്താണ് ലയണൽ റോബിൻസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പരിമിതമായിട്ടുള്ള വിഭവങ്ങളിൽ നിന്നുകൊണ്ട് വർദ്ധിച്ച ആവശ്യങ്ങൾ, ആ ഒരു പഠനമാണ് നടത്തിയത് ലയണൽ റോബിൻസ്. കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം. കാൾ മാർക്സ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. പിന്നെ പോൾ എ സാമുവൽസൺ സാമ്പത്തികാസൂത്രണം. സാമ്പത്തികാസൂത്രണം അങ്ങനെ ഓർത്തു വെക്കുക. സാമുവൽസൺ സാമ്പത്തികാസൂത്രണം അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ 6 സയന്റിസ്റ്റുകളെയാണ് പഠിച്ചത്. ഈ രീതിയിൽ ഒരു ടേബിൾ പോലെ ആക്കി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ടിലേക്കൊന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ടേബിൾ പോലെ നിങ്ങൾ ഇങ്ങനെ കുറിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ആഡം സ്മിത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. കാൾ മാർക്സ് അദ്ദേഹം തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. തൊഴിലാളികളാണ് ഒരു ഉൽപ്പന്നത്തിന്റെ എല്ലാം, അവരുടെ അധ്വാനമാണ് പക്ഷെങ്കിൽ കൂടുതൽ ആര് സ്വന്തമാക്കുന്നു, മുതലാളിമാർ സ്വന്തമാക്കുന്നു എന്ന് കാൾ മാർക്സ് പറഞ്ഞു. ആൽഫ്രഡ് മാർഷൽ മനുഷ്യക്ഷേമം, എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞത് നമുക്ക് പരിമിതമായിട്ടുള്ള വിഭവമാണ് ഉള്ളത്, പക്ഷെ നമ്മുടെ വർദ്ധിച്ച ആവശ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവവും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ലയണൽ റോബിൻസ് നമ്മളോട് പറഞ്ഞു തന്നത്. ലാസ്റ്റ് 5 പോൾ എ സാമുവൽസൺ സാമ്പത്തികാസൂത്രണം. മികച്ച സാമ്പത്തികാസൂത്രണമാണ് വേണ്ടിയത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ പോൾ എ സാമുവൽസൺ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ കൂടി ആക്കിയിട്ടാൽ ഇത് വേറെ സെറ്റാണ്. നിങ്ങൾ ഇത്രയും ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആഡം സ്മിത്ത് സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി ലെയ്സേഫിയർ സിദ്ധാന്തം കണ്ടുപിടിച്ചു. ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഒരു ശാസ്ത്രജ്ഞൻ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. 6 നിങ്ങൾ മറന്നു പോരുത്. ആര്? ജെ എം കെയ്ൻസ്, ജോൺ മേനാർഡ് കെയ്ൻസ്. ജോൺ മേനാർഡ് കെയ്ൻസ് എന്താ കണ്ടുപിടിച്ചത്? ഗവൺമെന്റ് ഇടപെടൽ വേണം എന്നാണ് ജോൺ മേനാർഡ് കെയ്ൻസ്, മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് പറഞ്ഞത്. അതുകൂടി നിങ്ങൾക്ക് ഈ ടേബിളിൽ കൂട്ടിച്ചേർക്കാം. അപ്പം അടുത്ത രണ്ടാമത് കാൾ മാർക്സ് മാർക്സിസ്റ്റ് വേണ്ടി സംസാരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കാൾ മാർക്സ്. തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകണമെന്ന് കാൾ മാർക്സ് പറഞ്ഞു. അടുത്തതാണ് ആൽഫ്രഡ് മാർഷലിൽ തന്നെ മനുഷ്യക്ഷേമം. ഓരോ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണം. പിന്നെ ലയണൽ റോബിൻസ് പറഞ്ഞത് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന വിഷയത്തിൽ പഠനം നടത്തുകയാണ്. 5 പോൾ എ സാമുവൽസൺ, അദ്ദേഹം സാമ്പത്തികാസൂത്രണം എന്ന് പഠിക്കുക. സാമ്പത്തികാസൂത്രണം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് എന്ന് ആര് പറഞ്ഞു? പോൾ എ സാമുവൽസൺ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ശാസ്ത്രജ്ഞന്മാരെ, ഏകദേശം എത്ര പേരുണ്ട്? 6 ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവിടെ ഇപ്പൊ 5 കൊടുത്തിട്ടുള്ളൂ. ഒരാളെയും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതാരായിരുന്നു? ഒരാളെയും കൂടെ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ 6ാമത്തെ ആൾ ആരായിരുന്നു? ജെ എം കെയ്ൻസ് അല്ലായിരുന്നോ? അതുകൂടി നിങ്ങൾ ആ ടേബിളിലാക്കണേ. കെയ്ൻസ് അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ഇടപെടൽ എന്താണ്? ഗവൺമെന്റ് ഇടപെടൽ കൂട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ 6 ശാസ്ത്രജ്ഞന്മാരെയും നിങ്ങൾക്ക് സെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കിനി കുറച്ച് ആളുകളെ കൂടി ശാസ്ത്രജ്ഞന്മാരുടെ ഇതിൽ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യും. നമ്മളിപ്പം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്കാണ്. അതിൽ ശാസ്ത്രജ്ഞന്മാരുടെ കേസ് നമ്മൾ എന്ത് ചെയ്തു? 6 പേരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആ 6 പേരും പറഞ്ഞു തന്ന ഓരോ കണ്ടന്റുകളും തിയറീസും നമ്മൾ പറഞ്ഞു. ഇതിന്റെ കൂടെ നിങ്ങൾ അവരുടെ ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ബുക്കുകളൂടെ ഓർത്തു വെക്കണം. ആഡം സ്മിത്തിന്റെ ലെയ്സേഫിയർ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകമാണ്. പിന്നെ ജോൺ മേനാർഡ് കെയ്ൻസ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി അല്ലേ, അത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. പിന്നെ ആരായിരുന്നു? ഒരാളൂടെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, ആൽഫ്രഡ് മാർഷൽ. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞ ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിച്ചമൂല്യ സിദ്ധാന്തം, അതായത് മിച്ചമൂല്യ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരാണ്? മിച്ചമൂല്യ സിദ്ധാന്തം അങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മൾ ഓൾറെഡി സ്ലൈഡിൽ പറഞ്ഞതാണ്.
സർപ്ലസ് വാല്യൂ, കാൾ മാർക്സ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച കാൾ മാർക്സ് മിച്ചമൂല്യ സിദ്ധാന്തം പറഞ്ഞു അല്ലേ. അതായത് തൊഴിലാളികളാണ് അതിൻ്റെ ഒരു ഉൽപാദനത്തിന്റെ അധ്വാനം തൊഴിലാളികളാണ്, അപ്പൊ അവർക്ക് കൂടുതൽ പരിഗണന നൽകണം, മുൻഗണന നൽകണം എന്ന് പറഞ്ഞ കാൾ മാർക്സ് അത് തന്നെയാണ്. ആ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ച കാൾ മാർക്സ് എന്താണ് മിച്ചമൂല്യം, അതാണ് മിച്ചമൂല്യ സിദ്ധാന്തം. ആ മിച്ചമൂല്യ സിദ്ധാന്തം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യ സിദ്ധാന്തം ആരാവിഷ്കരിച്ചു? കാൾ മാർക്സ് ആവിഷ്കരിച്ചു. അപ്പൊ അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ആരാവിഷ്കരിച്ചു എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത് അപ്പൊ അവരുടെ ബുക്ക് കൂടി, ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ബുക്ക് കൂടി നിങ്ങൾ പഠിക്കുക. ഒപ്പം എന്താണ് അവരുടെ ഇതുപോലെയുള്ള തിയറീസ് ഉണ്ടെങ്കിൽ, അവർ കൊണ്ടുവന്ന തിയറീസ് ഉണ്ടെങ്കിൽ, ആഡം സ്മിത്തിന്റെ ലെയ്സേഫിയർ പോലുള്ള തിയറിയാണ് ഇപ്പം പറഞ്ഞ മിച്ചമൂല്യ സിദ്ധാന്തം, കാൾ മാർക്സ്, അങ്ങനെയുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് കുറച്ചുകൂടി ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ പഠിക്കും. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.